ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വേവ്. ഇന്ന് നമ്മളതാ ഈ കാണുന്ന ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഒരു സിമ്പിൾ എ ലൈൻ ഫ്രോക്ക് മെഷർമെൻറ്റ് നമ്മളുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് എന്തൊക്കെ ഈസ് ലൂസ് അല്ലെങ്കിൽ സീം അലവൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചേർക്കണം, അതുപോലെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവില്ല ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചാനലിലൊന്ന് കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കണേ, അല്ലെങ്കിൽ ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. ഇനി നമ്മൾ അത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും വീഡിയോ. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് ക്ലോത്തിൽ അത് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ആ തുണിയെ ഇതുപോലെ നാലാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം നമ്മളുടെ അടുത്തേക്ക് വരുന്ന രീതിയിലാണ്. ആൻഡ് വൺ മോർ തിങ്, ഇതൊരു നൈറ്റി ബിറ്റാണ് കേട്ടോ. 3.20 മീറ്റർ കട്ട് വരുന്ന നമ്മുടെ കയ്യിൽ സെയിൽസിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന നൈറ്റി ബിറ്റാണ്. പക്ഷേ ഇതിൽ എ ലൈൻ ടോപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും സ്ലിറ്റഡ് ടോപ്പ് തന്നെയാണ് നല്ലത്. എങ്കിൽ പോലും ഞാൻ എ ലൈൻ ടോപ്പ് ചെയ്യണമെന്ന് മാത്രം. അഥവാ എനിക്കിതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ സെൻറ്ററിൽ ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം, സാധാരണ 44 ഇഞ്ചസ് വിഡ്ത്ത് വരുന്ന ഫാബ്രിക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യുകയാണ് എ ലൈൻ ടോപ്പിന് നല്ലത്. നൈറ്റി ബിറ്റ്സിന് നമുക്ക് എപ്പോഴും ഒരു 38, 36 അങ്ങനെയൊക്കെയാണ് നമുക്ക് വിഡ്ത്ത് വരാറുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് വൈസ് നമ്മൾ ഇനി ഇതിനെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത പീസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ലെവൽ ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു വര വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം താഴെ മടക്കി അടിക്കാൻ. ഞാനിത് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വേണം നമുക്ക് എത്രയാണോ നമ്മുടെ കുർത്തിയുടെ ലെങ്ത്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ 42 ഇഞ്ചസാണ് കൊടുക്കുന്നത്. ആ 42 ഇഞ്ചസ് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കൂടാതെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിനിങ്ങിനുള്ള സീം അലവൻസും കൂടി നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഷോൾഡർ എങ്ങനെയാണ് ബാക്ക് നെക്കിനനുസരിച്ചിട്ട് ഇറക്കേണ്ടതെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് താഴേക്ക് നമ്മൾ 6.5 ഇഞ്ചാണ് നമ്മളുടെ കൈക്കുഴി ഇറക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ 7 ഇഞ്ച് തന്നെ ലെഫ്റ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്ത ശേഷം ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഈ ഒരു 6.5 ഇഞ്ച് നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചെസ്റ്റ് എപ്പോഴും ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഇതിപ്പോൾ ലൈനിങ് ഇടാത്ത തുണി ആയതുകൊണ്ട്, കുർത്തി ആയതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ചാണ് ലൂസിന് വേണ്ടി ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതായത് എനിക്കിവിടെ 37ആണ്. അതിൻ്റെ 4 കണ്ടിട്ട് 1/2 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ എനിക്ക് 9.75 പ്ലസ് ഒരു 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസിന് വേണ്ടിയിട്ടും കൂടി ഇട്ട് കൊടുക്കണം. അടുത്തത് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്താണ് കൊടുക്കേണ്ടത്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഇവിടെ എനിക്ക് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അവിടുത്തെ വണ്ണം എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് ഈസിന് വേണ്ടി ആഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ 8.5 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മളുടെ സ്റ്റിച്ചിങ് അലവൻസ്, സീം അലവൻസ് ആയിട്ടുള്ള ഒരു 1.5 ഇഞ്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നെക്കിൻ്റെ വിട്ട് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡെപ്ത്ത് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മളൊരു സെൻറ്ററിൽ മാത്രമാണ് ഒരു കട്ട് കൊടുക്കുന്നത്, അല്ലാതെ 1/2 ഇഞ്ചാണ്. അതുപോലെ ഈ ഷോൾഡർ സ്ലോപ്പ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മളിപ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ പകുതിയിൽ നിന്ന് നമ്മളിതുപോലെ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് നമ്മുടെ ആം ഹോള് കൈക്കുഴി ഒന്ന് ഇതുപോലെ വളച്ചൊന്ന് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എനിക്ക് 18.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടുള്ള 9.25 ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പ്രശ്നമില്ല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് കറക്റ്റാണെന്ന് അർത്ഥം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കാം. ഇനി നമുക്ക് ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം എ ലൈൻ കട്ടായതുകൊണ്ട് പിന്നെ ഇനി വേറെ സ്ലിറ്റിൻ്റെ മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, നേരെ ലാസ്റ്റ് വരെ നീട്ടി വരയ്ക്കുക. ഇനി ആ താഴെ ഭാഗം തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടലും നെക്കൊക്കെ ഞാൻ പിന്നീടാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ചെയ്യുന്നുള്ളൂ. ഇനി സ്ലീവ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു അളവ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 9.25 കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഓർമ്മ വയ്ക്കണേ. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ള പീസ് എടുക്കാം. ഇത് 3.20 മീറ്റർ കട്ട് വരുന്ന നൈറ്റി ബിറ്റ് ആയതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 16-16.5 ഇഞ്ചോളം
ഇനിയും സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണി ബാക്കിയുണ്ടാവും. ഓക്കെ, ഞാനതെങ്ങനെ എടുക്കുകയാണ്. കുർത്തി കട്ട് ചെയ്തതിൻ്റെ നേരെ മുകളിലുള്ള പീസാണ്. അപ്പോൾ നമുക്ക് ആ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും വരുന്ന പോലെ ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിൽ ആകെ 16.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ മുകളിൽ ഒരു 1/2 ഇഞ്ച്, അതേപോലെ താഴെ മടക്കി അടിക്കാനുള്ള ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ, അത് നിങ്ങൾ എങ്ങനെയാണോ മടക്കി അടിക്കുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ ഷോൾഡറിൽ ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് മാത്രം ഇതുപോലെ ഞാൻ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ക്യാപ്പ് ഹൈറ്റ് ആണ്. ക്യാപ്പ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഫോർമുല എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 10 ആണ്. അപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ 3.25 വരിക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 3.25 മാർക്ക് ചെയ്തു. ഇനി ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ, അതായത് 9.25 ഇഞ്ചിൽ നിന്ന് നമ്മൾ ആം ഹോൾ അളക്കുമ്പോൾ കണ്ടില്ലേ, ആ 9.25 ഇഞ്ചിൽ നിന്ന് ഒരു 1/4 ഇഞ്ചൊക്കെ കുറച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് വളച്ച് വരയ്ക്കുമ്പോൾ അതങ്ങനെ ശരിയായി കിട്ടിക്കോളും. അപ്പോൾ ഞാനിവിടെ ഒരു 9 ഇഞ്ചും താഴേക്ക് 3.25 കൂടി വരുന്ന ഒരു പോയിൻറ്റിൽ ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ആം ഹോൾ റൗണ്ട് വെച്ചിട്ട് അങ്ങനെ പോയിൻറ്റഡ് ആയിട്ട് വരാത്ത രീതിയിൽ ജസ്റ്റ് ഇത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതേപോലെ ഒന്ന് വരച്ചെടുക്കുമ്പോൾ നമുക്ക് ബാക്ക് ആം ഹോൾ കിട്ടും. പക്ഷെ എനിക്ക് തുണി ഒരു അല്പം കൂടി ഇങ്ങോട്ട് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ അത് അങ്ങനത്തെ ഒരു പഫ് സ്ലീവ് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ അത് ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എക്സ്ട്രാ ഉള്ള സ്ഥലം മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സീം അലവൻസിനെ ഞാൻ അങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. 1.5 ഇഞ്ച് ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എനിക്ക് ആകെ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ കിട്ടുന്നുള്ളൂ. അത് ഞാനിവിടെ സെൻറ്ററിൽ നിന്ന് ആ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് താഴെ വരെ. എന്നിട്ട് ആ 1.5 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്ക് വീണ്ടും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ 9.25 അതേപോലെ തന്നെ നമ്മളുടെ 3.25 വെച്ചിട്ടുള്ള പോയിൻറ്റിൽ ഇതേപോലെ തന്നെ നമ്മൾ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിച്ച് അതിനൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് നമ്മളെന്താ ഇതേപോലെ വരച്ചെടുക്കുമ്പോൾ ബാക്ക് ആം ഹോൾ കിട്ടി. ഇനി ആ വരയിൽ കൂടെ തന്നെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ആം ഹോളും കിട്ടും. ഇനി താഴത്തെ മാർക്കിംഗ് കൂടി നമ്മൾ മാർക്ക് ചെയ്യണം. താഴത്തെ മാർക്കിംഗ് എനിക്ക് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് ഞാൻ ഈസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 1/4 ഇഞ്ചും കൂടി കൊടുത്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ താഴെ ഞാൻ പഫൊന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ മുതലേ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ. ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ചിലപ്പോൾ അത് ഇട്ട് വരുമ്പോൾ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കേണ്ടി വരും. കാരണം ഇവിടെ വളരെ വലുതായിട്ട് തന്നില്ലേ, ഇവിടെ അത്രയും കൂടുതൽ വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഷേപ്പ് ചെയ്തെടുക്കേണ്ടി വരും. ലെറ്റ്സ് ട്രൈ, നമുക്ക് നോക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തൊക്കെ ശേഷം ഞാൻ സത്യത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് കുഴിച്ചു വെട്ടാറൊക്കെ ഉള്ളൂ. അത് ടോപ്പിലും അങ്ങനെ തന്നെ ചെയ്യാറ്. പിന്നെ നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ട് അത് എങ്ങാനും അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് തെറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ 2 കൈയും കൂടി ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ പോയിൻറ്റ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പോയിൻറ്റ്സൊക്കെ നമ്മളിതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനിയാണ് സ്റ്റിച്ചിങ്. സത്യം പറയാലോ, ഞാൻ റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള റീസൺ വീണ്ടും പറയേണ്ട ആവശ്യം വന്നു. കാരണം എൻ്റെ ഫോണിൽ സ്പേസ് തീർന്നിട്ട് അത് സേവ് ആയിട്ടുണ്ടായിരുന്നില്ല. റെക്കോർഡിങ് കമത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു റഫായിട്ടുള്ളൊരു ക്ലോത്തിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ടോപ്പിൻ്റെ പീസാണിതെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അതിൽ ആ കോളർ വരുന്ന തുണിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് അല്ല, നല്ലൊരു പീസ് എടുക്കണം. അപ്പം ഞാൻ എൻ്റെ തുണിക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതേ തുണി തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു നിങ്ങളെടുക്കുന്ന നെക്ക് വിഡ്ത്തിനും നെക്ക് ഡെപ്തിനും അനുസരിച്ച് തുണിയുടെ വിഡ്ത്തിൽ വ്യത്യാസം വരും. ഞാൻ എടുത്തിരിക്കുന്നതിൽ എനിക്കൊരു 9.5 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും വന്നപ്പോൾ തന്നെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. എന്നിട്ട് ഇതേപോലെ നമുക്ക് 3 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. താഴേക്ക് നെക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് ആകെ 1/2 ഇഞ്ചാണ് കേട്ടോ. ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് നിങ്ങൾ ഇതുപോലൊരു വര വരച്ച് വയ്ക്കുക. ഇനി നമ്മുടെ കുർത്തിയുടെ തുണി ഓപ്പൺ ചെയ്തിട്ട് കുർത്തിയുടെ നല്ല ഭാഗത്തേക്ക്
ഈ ഒരു തുണിയുടെയും നല്ല ഭാഗം തന്നെ വെക്കുക. കാരണം ഈ തുണിയുടെ ഈ ഒരു നല്ല സൈഡാണ് നമുക്ക് കോളറായിട്ട് പുറത്തേക്ക് കാണുന്നത്. ഓക്കെ, അപ്പം നല്ല ക്ലോത്ത് തന്നെ എടുക്കണം നമ്മൾ. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ 1/2 ഇഞ്ചാണ് നമുക്ക് വേണ്ടുള്ളൂ. അതിന് ശേഷം സെൻറ്ററിൽ ഇതേപോലെ ഒരു വി കട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒരു വി കട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡിലേക്ക് പോകണം. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ നെക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാ ഉള്ള ഒരു 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് അതിൻ്റെ 2 കോർണറിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണു. അതിനുശേഷം സെൻറ്ററിലും നമ്മളിതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ നീറ്റായിട്ട് പോയിൻറ്റഡ് ആയിട്ട് കട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് അത് തിരിച്ചെടുക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ഇത് നമ്മൾ ഇതുപോലെ തിരിച്ച് ഉള്ളിലേക്ക് എടുത്തു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് റഫായിട്ട് ചെയ്യണതുകൊണ്ട് അത്ര പോയിൻറ്റഡ് ഒന്നും ആക്കണില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഇനി സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്ത് കാണും. അതായത് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കില്ലേ, ആ പരിപാടി നമുക്കിവിടെ പറ്റില്ല. അപ്പോൾ അത് പുറത്ത് കാണും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അയൺ ചെയ്തെടുത്താൽ കുറച്ചുകൂടി നീറ്റായിട്ട് ഇരിക്കും. ഇനി അതിൻ്റെ നല്ല വശത്തേക്ക് ഇതേപോലെ നമ്മളൊന്ന് വളച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറൽ നെക്ക് റെഡി. ഇത്രയുള്ള സംഭവം. എന്നിട്ട് നമ്മളിത് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പീസിൽ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല. ഇനി നിങ്ങൾക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു ഷോ ബട്ടൺ വെക്കാം. അതല്ല നിങ്ങൾക്ക് നെക്ക് വല്ലാണ്ട് ഇറങ്ങിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലാക്ക്, ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലാക്കാണ്, നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ലേസോ അല്ലെങ്കിൽ തുണിയോ നിങ്ങൾക്ക് വെച്ച് വിടാം. പിന്നെ ആ മുകളിൽ കാണുന്ന ആ 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ച്. ലൈനിങ് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യേണ്ടതെന്ന് അറിയില്ലേ. 3 ഇഞ്ച് തന്നെ നമ്മളുടെ ഇത് കൊടുക്കണം. എത്രയാണോ നെക്ക് വിട്ട് അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിന് ശേഷം താഴേക്ക് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഫോൾഡഡ് സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ നമുക്ക് ഒരു 2 ഇഞ്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേ പീസ് അതിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്ക് നെക്കും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇതും കൂടി ഫിനിഷ് ചെയ്തെടുത്ത ശേഷം വേണം നമ്മളുടെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റെക്കോർഡിംഗ് വർക്ക് ചെയ്യണില്ല എന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ കുർത്തിയുടെ രൂപമാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്കാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇനി എനിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ അവിടെ താഴെ ഒരു ഷോ ബട്ടൺ കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായി ഉണ്ടാവും. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. എങ്കിലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഇതുപോലെ ചെറിയൊരു പഫ് കൊടുക്കാനാണ് ഞാൻ ആ ഒരു 1.5 ഇഞ്ച് നമ്മൾ വിട്ടത്. അപ്പോൾ ഈ പഫ് കൊടുത്താലുള്ള ഒരു ഗുണം എന്താണെന്നറിയോ, സാധാരണ സ്ലീവ് നമ്മൾ എന്താ ചെയ്യുക, സെൻട്രലിൽ നിന്ന് കറക്റ്റായിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ കൂടി അത് ഭയങ്കര വൃത്തികേടായിരിക്കും. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇടാനും പറ്റില്ല. പിന്നെ അത് ആദ്യം കുറച്ച് കൂടിയാലും നമ്മൾ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ലീവ് എന്താ പറയുക, പഫ് സ്ലീവ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സ്ലീവ് ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് സൈഡിൽ നിന്നേ തുടങ്ങാം. പിന്നെ അവിടെ തികയില്ല എന്നുള്ള ടെൻഷൻ വേണ്ട നമുക്ക്. എന്നിട്ട് സെൻറ്ററിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ 2-3 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ സെൻറ്ററിൽ എത്തിയപ്പോൾ ഇതേപോലെ ചെറിയൊരു 3-4 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും അതേപോലെ നമുക്ക് ഒരു സൈഡ് ഇടുമ്പോൾ ഏകദേശം ഐഡിയ കിട്ടുമല്ലോ ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് എത്ര ഇട്ടാൽ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് നമ്മളിതാ ഈ സൈഡും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ലീവ് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി താഴെ കുറച്ച് ആർഭാടായിക്കോട്ടെ വെച്ചിട്ട് ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതുപോലൊരു ബ്ലാക്ക് ലേസ് എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ അതിനെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്താ സിമ്പിൾ പരിപാടി, സൈഡ് ജോയിൻ ചെയ്യുക, താഴെ മടക്കി അടിക്കുക. അതോടുകൂടി നമ്മുടെ കുർത്തിയുടെ പരിപാടി കഴിഞ്ഞു. 2 സൈഡും ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് വരുമ്പോൾ നമ്മൾ 1.5 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ എത്തിയിട്ട് കുറച്ച് ദൂരം കൂടി താഴേക്ക് വന്ന ശേഷം നമ്മളൊരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ കൊണ്ടുവന്ന് എത്തിയിട്ട് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൽ പിന്നെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഇനി അത് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. ഇത് തന്നെ നമുക്കൊരു 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം താഴെ ഭാഗം ഒന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി കുർത്തി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കുറേ പേര് കാണുന്നത്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിടൂ. അതേപോലെ നേരത്തെ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വേണ്ടവരൊന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ താങ്ക്